ഹായ്, ഇന്ന് ഞാനിവിടെ വൻപയർ കൊണ്ട് ഒരു കറി ഉണ്ടാക്കി കാണിക്കാൻ പോവുകയാണ്. സാധാരണ നമ്മൾ വൻപയർ കൊണ്ട് തോരനല്ല ഉണ്ടാക്കാറുള്ളത്. ഇന്ന് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. ഞാനിവിടെ ഒരു പിടി വൻപയറേ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് ഒരല്പം ഉപ്പും വെള്ളവും ചേർത്ത് ഇത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യം നമുക്ക് നോക്കാം. വൻപയർ ഒരു പിടി കുതിർത്തത്, തക്കാളി 2, സവാള 1 അരച്ചത്, തേങ്ങ അരമുറിയുടെ പാതി, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പച്ചമുളക് 2, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 4 ടേബിൾ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതും ഞാനതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള അരച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. സവാള ഒരുവിധം ഒന്ന് വഴന്നു വന്നതും നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വഴറ്റാം. ഇത് രണ്ടും ഇപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം. മസാലപ്പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. ഞാനിവിടെ 2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പച്ചമുളക് വേണ്ടാന്നുള്ളവർക്ക് മുളക് പൊടി 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് നല്ലതുപോലെ തിളച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു വഴുതനങ്ങ അരിഞ്ഞത് ചേർക്കുകയാണ്. വഴുതനങ്ങയോ ഉരുളക്കിഴങ്ങോ ചേമ്പോ വാഴയ്ക്കയോ ഒക്കെ ചേർക്കാൻ നിങ്ങൾക്ക് കേട്ടോ. വഴുതനങ്ങയ്ക്ക് പകരം ഉണക്കമീനും ചേർത്ത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് വൻപയർ വേവിച്ച കുറച്ച് വെള്ളം ചേർക്കുകയാണ്. വൻപയറും കടലയും പച്ചക്കറികളും ഒക്കെ വേവിച്ചെടുക്കുന്ന വെള്ളത്തിന് നല്ല രുചിയാണ് കേട്ടോ. നല്ല പോഷകമൂല്യമുള്ള വെള്ളമാണിത്. കുട്ടികൾക്കൊക്കെ കുടിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ നമുക്ക് രസമൊക്കെ ഉണ്ടാക്കാനും നല്ലതാണ് കേട്ടോ. ഇനി ഞാനിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. വഴുതനങ്ങയൊക്കെ ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ തക്കാളി 2 എണ്ണം എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇതിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ വഴുതനങ്ങയൊക്കെയും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ബാക്കിയിരുന്ന വൻപയർ വേവിച്ച വെള്ളമല്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കറിയിൽ ഉപ്പ് വേണോ എന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതേ കണ്ടില്ലേ, നമ്മുടെ വൻപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.